ഞങ്ങളിന്ന് പോകുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലത്താണ്. ആഗ്രഹങ്ങൾ അപ്പപ്പം തീരണമെന്നാണല്ലോ പറയാറ്, പക്ഷെ ഞങ്ങൾക്കതെടുക്കാൻ 1 വർഷം എടുത്തു. പിന്നെ ഇന്ന് പോകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. പിന്നെ ഈ പറയുന്നത് വേറൊന്നുമില്ല, അഭിനയിക്കാൻ പറഞ്ഞതാണ്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ റൂം എടുത്തു. ഉറങ്ങാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ, അതിനു മുന്നേ ഒരുങ്ങി പോകണം. റൂമിലെത്തിയിട്ട് ട്രാൻസാക്ഷൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് കണ്ണാടി നോക്കിയപ്പോൾ ദേ ഈ കോലത്തിലായിരുന്നു. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഓരോ വീഡിയോസ് എടുത്തു. അധികം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗം കുളിച്ച് റെഡിയായി. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഒരു കാര്യം മറന്നു വന്നു. ധാവണി ഉടുക്കുമ്പോൾ മുല്ലപ്പൂ വെക്കുന്നത് പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. പൊതുവെ മുല്ലപ്പൂ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് കല്യാണത്തിനും ഒരുപാട് മുല്ലപ്പൂ വേണമെന്ന് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റോട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഗുരുവായൂരപ്പൻ്റെ നട. ഫോൺ അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ തോന്നില്ല. നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, ഗുരുവായൂരപ്പൻ വിചാരിക്കണം നമ്മൾ ഗുരുവായൂരെത്തണമെങ്കിൽ, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാരണം ഞങ്ങളുടെ 1ാം ആനിവേഴ്സറിയാണ് ഇന്ന്. ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും വാങ്ങിത്തരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വാങ്ങി തന്നതാണ് കേട്ടോ ഇത്. ഇതിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എക്സ്പ്രഷനൊന്നും നോക്കണ്ട, ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. ചില എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാൻ ഹാപ്പിയാണ്, അതുപോലെ പിന്നെ എൻ്റെ വീട്ടുകാരും വളരെ ഹാപ്പിയാണ്. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും. അതൊക്കെ ഞാൻ ഇനി വഴിയേ പറഞ്ഞു തരാം. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.